ഹായ്, ഇന്ന് ഞാൻ ബ്രെഡും മുട്ടയും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിപ്പമുള്ള ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത ബ്രെഡൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഈ ബ്രെഡിൻ്റെ 4 വശവും നമുക്കിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് പതുക്കെ ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും, നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ 4 വശവും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ബ്രെഡൊക്കെ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ 3 ബ്രെഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ബ്രെഡ് വേണോ അതനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ 2 പോർഷനും നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി എന്ന് നോക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ആ ഉള്ളിലെ ആ വൈറ്റ് പോർഷൻ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിക്സിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. മിക്സിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം നന്നായിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളകും ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അതേപോലെ തന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിതിലേക്ക് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ മുട്ട നമുക്ക് വേണമെങ്കിൽ 2 3 പൊട്ടിച്ചൊഴിക്കുക. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതായത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താൽ മതിയാവും. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ബ്രെഡും മുട്ടയും നമുക്ക് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രെഡും മുട്ടയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇനി നമുക്കൊരു പാൻ വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ബ്രെഡിൻ്റെ ഔട്ടർ പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ നമുക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയും ബട്ടറും നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, അത് ഈ ബ്രെഡിൻ്റെ ഉള്ളിലെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും വിധം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് പതുക്കെ തന്നെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവും വിധം വേണം നമ്മളിത് ഈ മുട്ടയും ബ്രെഡിൻ്റെയും മിക്സ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി ബ്രെഡ് നമുക്ക് പാൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം മറ്റേ ഭാഗത്ത് നമുക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഈ ബ്രെഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ബ്രെഡിൻ്റെ ഇന്നർ പോർഷൻ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിരിക്കും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും.